തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രിക്ക് മുന്നിൽ മിനി പൂരം ഒരുക്കാൻ പാറമേക്കാവ് ദേവസ്വം. പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം. ജനുവരി 3-ന് വൈകുന്നേരം റോഡ് ഷോയ്ക്ക് മുന്നോടിയായി പൂരം ഒരുക്കാനാണ് തീരുമാനം. വിവരങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു. ഈ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു മിനി പൂരം ഒരുക്കാൻ തീരുമാനിക്കുന്നത്. ഇതിന്റെ തയ്യാറെടുപ്പുകൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ്? മഞ്ജുഷ, 3-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുമ്പോൾ സാംസ്കാരിക തലത്തിലൂന്നിയ ഒരു സ്വീകരണമായിരിക്കും ലഭിക്കുക. നമുക്കറിയാം, സാംസ്കാരികോത്സവമായിട്ടുള്ള തൃശ്ശൂർ പൂരം വലിയൊരു ജനപങ്കാളിത്തമുള്ള പൂരം. ആ പൂരം ഇന്ന് നടത്തുന്നതിൽ പ്രതിസന്ധി നേരിടുകയാണ് ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം. അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി, ആ ഒരു സാമ്പത്തിക ഞെരുക്കം സൃഷ്ടിക്കുക എന്നതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അതിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം ഈ ദേവസ്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും വലിയ തരത്തിലൊരു സ്വീകരണം ഒരുക്കാൻ, ഒരു ചെറുപൂരം ഒരുക്കുവാൻ തന്നെയാണ് പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രി ഉച്ചയോടുകൂടി തൃശ്ശൂർ നഗരത്തിലെത്തും 3-ാം തീയതി. ആ ഉച്ചയ്ക്ക് റോഡ് ഷോ ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ ചെറുപൂരം സംഘടിപ്പിക്കുക. 15 ആനകളും മേളവാദ്യ ഘോഷങ്ങളുടെ അകമ്പടിയോടെ കുടമാറ്റം ഉൾപ്പെടെ എങ്ങനെയാണോ ഒരു പൂരം നടക്കുന്നത് അതേപടി അതിൻ്റെ ഒരു മിനി പൂരമായിരിക്കും പാറമേക്കാവിൽ നടക്കുക. എന്തായാലും ഇത് സംബന്ധിച്ച്, ഈ പ്രതിസന്ധി സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരത്തിൻ്റെ പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ള തറവാടകയായി ആവശ്യപ്പെടുന്നത് 2.25 കോടിയിലധികം രൂപയാണ്. ഇത്രയും തുക, ഭീമമായ തുക കൊടുക്കുവാൻ തങ്ങൾ തയ്യാറല്ലെന്ന് നേരത്തെ തന്നെ ഇരു ദേവസ്വങ്ങളും വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച് മന്ത്രിതലത്തിലും ചർച്ചയുണ്ടായിരുന്നു. ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയും ഒക്കെ വിളിച്ചു ചേർത്ത യോഗത്തിലും ഒരു തീരുമാനമുണ്ടായില്ല. കൃത്യമായും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു അമർഷം കൂടെ ഈ ഇരു ദേവസ്വങ്ങൾക്കുമുണ്ട്. എന്തായാലും അത്തരത്തിലൊരു പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിലാണ് ഈ നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുമ്പോൾ അദ്ദേഹത്തെ ഈ വിഷയം ബോധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെറുപൂരം സംഘടിപ്പിക്കുന്നത്. ഈ ചെറുപൂരം മറ്റെല്ലാ പൂരപ്രേമികളടക്കം ഈ പാറമേക്കാവ് ദേവസ്വം തീരുമാനിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ചെറുപൂരത്തിനെ വലിയൊരു പിന്തുണ തന്നെയാണ് നൽകുന്നത്. എന്തായാലും പ്രധാനമന്ത്രി എത്തുമ്പോൾ സാംസ്കാരിക വിളിച്ചോതുന്ന തരത്തിലൊരു സ്വീകരണം കൂടെയായി മാറും. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ, അതിനുവേണ്ട അനുമതിക്ക് വേണ്ടി പാറമേക്കാവ് ദേവസ്വം മറ്റുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ നിന്നാണ്. അതിൽ നിന്നും ചെറിയൊരു മാറ്റം വരുത്തുമോ എന്നുള്ള സംശയത്തിൽ കൂടെയാണ്. മറ്റു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു ചെറുപൂരം കൂടെ സംഘടിപ്പിക്കുന്നത്. എന്തായാലും അതിനോടനുബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ കക്ഷികളടക്കം ഇത്തരത്തിൽ പ്രതീകാത്മക പൂരം അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെയും ദേവസ്വത്തിനെതിരെയും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തുന്നത്. എന്തായാലും വലിയൊരു 3-ാം തീയതി വലിയൊരു മഹിളാ സമ്മേളനം നടക്കുമ്പോൾ അതിന് മാറ്റുകൂട്ടുവാനായി ഇത്തരത്തിലൊരു പൂരം കൂടെ നടക്കുന്നത് വലിയ ആവേശമുണ്ടാക്കും. അതോടൊപ്പം തന്നെ BJP അടക്കം ഈ ഒരു ചെറുപൂരത്തിനും അവരുടെ ആ ഒരു പ്രതിഷേധത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. BJPയുടെ നേതാവും അതുപോലെ തന്നെ മുൻ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു, കൊച്ചിൻ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പണം തട്ടുവാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന്. അതേപടി തന്നെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഈ രംഗത്ത് വന്നിരുന്നു. തുടർന്ന് ഇത്തരത്തിൽ ഒരു വിഷയം, ഒരു പ്രതിസന്ധി സാംസ്കാരിക ഉത്സവത്തിന് നടക്കുമ്പോൾ, ആ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിലൊരു ഇടപെടൽ നടത്തുവാൻ പോലും, അല്ലെങ്കിൽ കൃത്യമായി ഈ ദേവസ്വങ്ങളുടെ കൂടെ നിൽക്കുവാൻ സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാർ എപ്പോഴും പണത്തിൽ മാത്രം ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിക്ക് വരവേൽപ്പൊരുക്കിക്കൊണ്ട് ഈ ദേവസ്വങ്ങൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും പ്രധാനമന്ത്രി തൃശ്ശൂരിലെത്തുമ്പോൾ വലിയൊരു ഉത്സവം തന്നെയാകും ഈ തൃശ്ശൂർ നഗരത്തിൽ ഉണ്ടാകുക. അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ തന്നെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ BJPയുടെ ഭാഗത്തുനിന്നും എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പൂരം എത്തരത്തിലാണോ വലിയ തരത്തിൽ പൂരം നടത്തുക, അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പൂരമായിരിക്കും. 15 ആനകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ചടങ്ങുകളോടും കൂടി പൂരം നടത്തും. എന്തായാലും കുറച്ചധികം ദിവസമായി ഈ വിഷയം കോടതിയുടെ പരിഗണനയിലുണ്ട്. 4-ാം തീയതിയാണ് കോടതി വീണ്ടും ഈ പ്രതിസന്ധിയെക്കുറിച്ചുള്ള കേസ് പരിഗണിക്കുക. അതിൽ തന്നെ സർക്കാർ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കണമെന്നുള്ള കാര്യം കൂടെ പലരും ആവശ്യമായി ഉന്നയിക്കുന്നുണ്ട്. കാരണം കൃത്യമായൊരു നിലപാട് പറയാൻ സർക്കാരോ ദേവസ്വം ബോർഡോ തയ്യാറാകുന്നില്ല. അത് കോടതിയിൽ പറയാമെന്നുള്ള കാര്യമാണ് ദേവസ്വം
പ്രധാനമന്ത്രി അടക്കം വ്യക്തമാക്കിയത്. ആ കാര്യം കൂടെ പൂരപ്രേമികൾക്കും അതുപോലെ തന്നെ ഇരു ദേവസ്വങ്ങൾക്കും അറിയേണ്ടതുണ്ട്. എന്താണ് സർക്കാരിൻ്റെ കൃത്യമായ നിലപാടെന്നുള്ള കാര്യം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോയെങ്കിലും അവസാനം പലതരത്തിലും പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വന്നു. സംയുക്ത യോഗം വിളിച്ച് അതിൽ പ്രമേയം പാസാക്കേണ്ടി വന്നു. എന്തായാലും ഇരു ദേവസ്വങ്ങളും നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തുന്ന പ്രതീക്ഷയിലാണ്. അദ്ദേഹത്തെ ഈ വിഷയം ബോധിപ്പിക്കുവാനുള്ള പ്രതീക്ഷയിലാണ്. അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ആ വലിയ ഒരു വരവേൽപ്പ് തന്നെയാണ് പ്രധാനമന്ത്രിക്ക് എന്തായാലും തൃശ്ശൂരിൽ ലഭിക്കുക. മനുഷ്യ ശരി, തൃശ്ശൂരിൽ പ്രധാനമന്ത്രിക്ക് മുൻപിൽ മിനി പൂരം ഒരുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാറമേക്കാവ്. തൃശ്ശൂരിലെ പൂരം പ്രതിസന്ധി നിലനിൽക്കുകയാണ്. ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രതിസന്ധിയെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി ഇത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് കടക്കുന്നത്. ജനുവരി 3-നാണ് പ്രധാനമന്ത്രിയുടെ പടുകൂറ്റൻ റോഡ് ഷോ തൃശ്ശൂരിൽ നടക്കുക. വിവരങ്ങൾ നൽകുകയായിരുന്നു എം മനോജ്.